ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കിടിലൻ റെസിപ്പി ആയിട്ടാണ് എഗ് പപ്സ്. അപ്പോൾ നമുക്ക് ബേക്കറിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ എഗ് പപ്സ് ഉണ്ടാക്കാം, വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഞാൻ ഓവണൊന്നും ഉപയോഗിക്കാണ്ടാണ് എഗ് പപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അർണൂസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദയുടെ അളവ് വേണ്ടിക്ക് കുറക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എഗ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രക്കാരം മൈദ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കൊരു 4 എഗ് പപ്സ് ആണെങ്കിൽ 1 ഗ്ലാസ് മൈദ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പാകത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ നോർമൽ പച്ചവെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അതിനിടയ്ക്ക് ഇതിനുള്ളിലെ മസാല നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 സവാള, ഒരു വലിയ, നിങ്ങളുടെ കയ്യിൽ 2 വലിയ സവാള ഉണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ചെറിയ സവാളയാണ്, 2.5 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് എരിവിന് ഞാനൊരു 2 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വാടാൻ ആവശ്യത്തിന് കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി അങ്ങനെയാകുമ്പോൾ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്, അപ്പോൾ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി വാട്ടിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടിക്കിടണം, അതുവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ തന്നെ
മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ഞാൻ പച്ചമുളക് ഇട്ടതാണ്, അതുകൊണ്ടാണ് അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി രൂപത്തിലാണ് നമ്മുടെ പപ്സിൻ്റെ മസാല ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3-3.5 സ്പൂൺ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ഞാൻ മൂടി വെച്ച മസാലയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലി ഇലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ കുഴച്ച് വെച്ച മാവ് ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇതിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എത്രത്തോളം നൈസാക്കാൻ പറ്റും അത്രത്തോളം നൈസാക്കി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാവ് ഞാൻ നന്നായിട്ട് നൈസാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പപ്സ് ലെയറായിട്ട് കിട്ടണം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ഒന്ന് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും മടക്കിയെടുക്കണം. ഇങ്ങനെ രൂപത്തിൽ മടക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കും, നിങ്ങൾ ഷേപ്പൊന്നും പ്രശ്നമാക്കി നോക്കണ്ട. അപ്പോൾ നമുക്ക് മടക്കി കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് തടവിയ ശേഷം മൈദപ്പൊടി ഇട്ടിട്ട് പിന്നെയും മടക്കിയെടുക്കാം.
അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ലെയറായിട്ട് മടക്കിയെടുത്തതാണിത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അധികം നൈസായി പോകാൻ പാടില്ല, കാരണം പിന്നീട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പരത്തേണ്ടത്. ഇങ്ങനെ നീളത്തിലൊന്ന് നമുക്ക് ഷേപ്പാക്കിയ രീതിയിൽ പരത്തിയെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അധികം നൈസായിട്ടുള്ള കുറച്ച് കട്ടി രൂപത്തിൽ തന്നെയാണ് പരത്തിയത്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ബാക്കി ഭാഗങ്ങൾ നമുക്ക് വീണ്ടും ഇങ്ങനെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ 4 പപ്സിൻ്റെ അളവിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പപ്സിൻ്റെ ഷീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മുട്ടയുടെ പകുതി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു മുട്ടയുടെ പകുതിയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് മുട്ടയുടെ മുകളിലും കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അവിടെ ഒട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തതും കൂടി ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അത് ഷീറ്റ് എടുത്ത് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് എഗ്ഗ് വെച്ച് കൊടുക്കാം. രണ്ട് ഭാഗത്തു നിന്ന് എടുത്തിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ പപ്സും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഞാൻ റെഡിയാക്കി വെച്ച പപ്സിൻ്റെ മുകളിൽ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായത് കൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് എഗ് പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുക്കർ ഓൾറെഡി 5 മിനിറ്റ് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം കുറച്ച് 2.5-3 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് പപ്സ് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാനിങ്ങനെ 4 പപ്സും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ വിസിൽ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് വേവിച്ചതാണ്. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങേ ഭാഗം ഒന്ന് റെഡിയായി എടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും പൊട്ടിപ്പോകാതെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പപ്സിൻ്റെ അടി നന്നായിട്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, കണ്ടോ? ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിയും, കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് സൈഡൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്നും കൂടി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കളറൊന്നൊരു ഗോൾഡൻ കളർ ആവുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.